ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ 2 വീഡിയോസും നമ്മൾ കീറിയ തുണി അയൺ ചെയ്ത് നേരെയാക്കി സക്സസ് ആയ വീഡിയോ ആണ്. പക്ഷേ എല്ലാ തവണയും ആ സക്സസ് ഉണ്ടാവണമെന്നില്ലല്ലോ. വേറൊരു തുണി അയൺ ചെയ്ത് പരീക്ഷണം പൊട്ടി പാളീസായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങളിതൊന്നും അനുകരിക്കരുത്, ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അയൺ ചെയ്ത് പിടിച്ചൊരു സാരി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അയൺ ചെയ്ത് കത്തിപ്പോയത് എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്നുള്ള കമൻസ് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു പരീക്ഷണത്തിനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. സാരിയുടെ കത്തി പിടിച്ച ഭാഗം അത്രയും ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റി, അത്രയും ഭാഗം നേരത്തെ പോലെ അയൺ ചെയ്ത് ഒട്ടിക്കാൻ പറ്റും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിലാണ് കേട്ടോ അത്രയും ഭാഗം ഞാൻ അവിടെ നിന്ന് വെട്ടി മാറ്റിയത്. ആ ഒരു ഹോൾ ക്ലിയർ ചെയ്യണമെങ്കിൽ സെയിം കളറിലുള്ള ക്ലോത്ത് തന്നെ വേണം. അപ്പോൾ ഇത് സാരി ആയതുകൊണ്ട് ലാസ്റ്റ് പോർഷനിൽ നിന്ന് ഞാൻ ഇതുപോലെ അതിൻ്റെ അളവിൽ നിന്നും ഇത്തിരി കൂടെ വലിയ അളവിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പഴയ മെത്തേഡിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേപ്പറും അതുപോലെ ഒരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. പക്ഷേ അത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു കീറിയ കോട്ടൺ ക്ലോത്ത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോ ആണ്. അങ്ങനെ ഞാൻ പേപ്പറും തുണിയും അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് പുറത്തൊരു പേപ്പർ ഇട്ട് നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വലിച്ചിളക്കുമ്പോൾ പ്ലാസ്റ്റിക് പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ തുണിയിൽ ഒട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെപ്പാടെ ചളകളായി സാരി അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തും പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്താണിയെ കട്ട് ചെയ്ത് കീറിയ ഭാഗം മടക്കി അടിക്കാം എന്ന് വിചാരിച്ചിട്ട് സാരി തന്ന ആളെ വിളിച്ചു ചോദിച്ചു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സാരമില്ല, കത്തിപ്പോയ സാരിയല്ലേ, അതിന് മുന്താണി കട്ട് ചെയ്ത് അടിച്ചോളാൻ പറഞ്ഞു. മുന്താണി കട്ട് ചെയ്ത് അടിച്ചു. പക്ഷേ ലാസ്റ്റ് പോർഷൻ എന്ത് ചെയ്യും, നമ്മളിത് ഇവിടെ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നൂലിളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൈത്തയ്യൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ ക്ലോത്ത് എവിടെയോ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു റെഡ് കളർ തുണിയെടുത്ത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ അവിടെ അടിച്ചു കൊടുത്തു കേട്ടോ. ഇതിന് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന പോർഷൻ ആയതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ല. പിന്നെ മുന്താണി ഭാഗം ഇതുപോലെ പിരിന്ന് കിടപ്പുണ്ടായിരുന്നു, അതിനെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് കുറച്ച് സമയം ഇരുന്ന് മുന്താണിയെ ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തു. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു പഴയ മോഡൽ തന്നെയാണ് കേട്ടോ കിട്ടിയത്. പക്ഷെ അത്ര വൃത്തിയായിട്ട് അങ്ങോട്ട് കെട്ടാൻ പറ്റിയില്ല, കാരണം ഇത് ആകെപ്പാടെ നൂലെല്ലാം ചുരുണ്ട് പിണഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പറ്റുന്ന രീതിയിൽ ഇതുപോലെയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അയൺ ചെയ്തപ്പോൾ നേരത്തെ ഈ ഒരു പട്ടിൻ്റെ ഭാഗത്തു നിന്നും ചെറുതായിട്ടൊന്ന് ഒരുക്കി പോയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് പട്ടിൻ്റെ നൂലും സൂചിയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അറിയാത്ത രീതിയിൽ ഒന്ന് തച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുന്താണിയെ വെട്ടിയടിച്ചപ്പോഴത്തേക്കും ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് സാരി ആയതുകൊണ്ട് തന്നെ പ്ലീറ്റ് പിടിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. അതിൻ്റെ ബാക്ക് പോർഷനും ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ഫ്ലോപ്പായ പരിപാടിയാണ്, കാരണം ഇത് സിൽക്കിൻ്റെ ഈ ഒരു മെറ്റീരിയലിൽ ഒട്ടിച്ച് റെഡിയാക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല എന്തായാലും. പിന്നെ നെറ്റിൽ ചെയ്തു, അതിനേക്കാളും വലിയ ഫ്ലോപ്പായിരുന്നു. ഇതുപോലെ അയൺ ചെയ്തപ്പോഴത്തേക്കും പേപ്പർ നെറ്റിൽ ഒട്ടിപ്പിടിച്ച് വലിച്ചിളക്കിയപ്പോഴത്തേക്കും നെറ്റെല്ലാം കൂടെ കീറി പറഞ്ഞെങ്കിൽ പോകുന്നു കേട്ടോ. എൻ്റെ അനുഭവത്തിൽ കോട്ടൺ ക്ലോത്ത് മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.